രാംദാസ് എന്ന വൻമരം വീണു, ഇനി ആര്? എന്നിട്ട് നീ എന്തിനാടാ ഇരുട്ടത്തിരിക്കുന്നതെന്ന്? എടാ, ആ വൻമരം വന്ന് വീണത് എന്റെ വീട്ടിലേക്ക് പോകുന്ന ഇലക്ട്രിക് കമ്പിയുടെ മുകളിലേക്കാടാ. ഹിന്ദുക്കൾക്ക് ഓണം, ഇസ്ലാമുകൾക്ക് റംസാൻ, ക്രിസ്ത്യാനികൾക്ക് ക്രിസ്മസ്. എന്ത് പ്രോഗ്രാം വന്നാലും പ്രോഗ്രാം ബുക്കിംഗിന് സുഗ്രൻ പ്രോഗ്രാം ബുക്കിംഗ് ഏജൻസി, വട്ടപ്പാറ PO. എന്തിനാടാ ഈ പരസ്യം ഇതിന്റെ അകത്ത് പറയുന്നതെന്ന്? പിന്നെ എന്റെ ചാനലിലെ പരസ്യം നിന്റെ ചാനലൊന്ന് പറയൂടാ. ഇവനൊക്കെ എവിടെ നിന്ന്? ആരാണ് ലൂസിഫർ? ആരാണ് സ്റ്റീഫൻ നെടുമ്പള്ളി? ആരാണ് എബ്രാൻ ഖുറേഷി? ആരാണ് എമ്പുരാൻ? ഇനി അവന്റെ വരവാണ് എമ്പുരാന്റെ. നിങ്ങളെപ്പോലെ തന്നെ ഞാനും കാത്തിരിക്കുന്നു എമ്പുരാന്റെ വരവിനെ. But answer this one. മ്യൂസിക് കട്ട്. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എൻട്രി പഞ്ച്? എൻട്രി പഞ്ചെല്ലാം നല്ല ഓക്കെ ആയിരുന്നു. എൻട്രിയിൽ നീ എന്റെ ഒരുപാട് പിന്നിലായിരുന്നു. ഇടയ്ക്ക് എന്റെ ഒപ്പം വന്നു നിന്നു. ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓവർടേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം, അത് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. മോൻ എന്റെ പിന്നിൽ നിന്നാ മതി, കാരണം മോൻ ഒരു സംവിധായകനാണ്. മുന്നിൽ നിന്ന് നയിക്കാൻ ഞാനുണ്ട്. എമ്പുരാൻ. പിന്നെ എനിക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട്, ഒരു ചെറിയ വിഷമമുണ്ട്. എനിക്ക് ഈ സിനിമയിൽ 5 ഡയലോഗ് തരാമെന്ന് പറഞ്ഞാണ് വിളിച്ചത്, പക്ഷെ എനിക്ക് 5 ഡയലോഗ് ഉണ്ടായിരുന്നു. എന്ത് പറ്റി അങ്ങനെ? ലൂസിഫറിൽ എനിക്ക് ഒരുപാട് 5 ഡയലോഗുകൾ ഉണ്ടായിരുന്നല്ലോ. എന്ത് പറ്റി ഈ സിനിമയിൽ ഇങ്ങനെ എന്താണ്? ചേട്ടാ, ആക്ച്വലി ഞങ്ങൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായത്? ഇത് ചേട്ടന് 5 ഡയലോഗ് എന്നല്ല, ചേട്ടൻ ഈ സിനിമയിൽ 5 ഡയലോഗ് ഉണ്ടെന്നാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നത്. അതെ, എനിക്ക് ആകെപ്പാട് 5 ഡയലോഗ്. അതെ, ചേട്ടൻ മിസ്അണ്ടർസ്റ്റാൻഡ് കേട്ടതിന്റെ പ്രശ്നമാണ് കേട്ടോ. അങ്ങനെയാണ്. അതെ. ഓക്കെ മോനെ, ഇനി നമ്മുടെ അടുത്ത സീനുകളൊക്കെ എവിടെയൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത് ഒന്ന് പറഞ്ഞുതരൂ. ചേട്ടാ, നമ്മൾ തുർക്കിയിലാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്തത്. തുർക്കിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നേരെ പോർച്ചുഗലിലേക്ക് പോകും. പോർച്ചുഗലിൽ നിന്ന് നമ്മൾ നേരെ ചൈന, അവിടെ നിന്ന് റഷ്യ, പെറു, ഉഗാണ്ട, എത്യോപ്യ, ആഫ്രിക്കൻ രാജ്യങ്ങൾ നമ്മൾ മൊത്തം കറങ്ങി യൂറോപ്പ്, ഏഷ്യയിലെത്തി നമ്മൾ പാകിസ്ഥാനിൽ വെച്ചാണ് ഈ സിനിമ വൈൻഡപ്പ് ചെയ്യുന്നത്. മോനെ, ഇത് സിനിമയാണോ അതേ സഞ്ചാരം പ്രോഗ്രാമോ? മോനെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്കരയെ വിളിച്ച് ഒരു വോയിസ് ഓവറോടെ ചെയ്യിക്കെങ്കിൽ ഭംഗിയായിരിക്കും. ആരാ മോനേത്? PK രാംദാസിന്റെ മകൻ ജതിൻ രാംദാസ്. ഓഹോ, ജതിൻ രാംദാസ്. മോനെ, ഈ സിനിമയിൽ വയലാറാണോ ഗാനങ്ങൾ എഴുതി? വയലാറാണോ ഗാനങ്ങൾ എഴുതി? അല്ല, പിന്നെ അദ്ദേഹത്തിന് ഇവിടെ വന്നിട്ടുണ്ട്. അത് PK രാംദാസിന്റെ മകൻ ജതിൻ രാംദാസ്. അദ്ദേഹമായിരുന്നു. ഒന്നാഞ്ഞ് ശ്രമിച്ചാൽ അംബേദ്കറുടെ ഫിഗറും ചെയ്യാം. പറഞ്ഞോട്ടെ എന്റെ ഡയലോഗ്. എന്താ വന്ന കാര്യം പറയൂ. മുണ്ടുടുക്കാൻ അറിയാതെ, മലയാളം പറയാൻ അറിയാതെ PK രാംദാസിന്റെ മകൻ ജതിൻ രാംദാസ് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എനിക്ക് മുണ്ടുടുക്കാനും അറിയാം, അത് മടക്കി കുത്താനും അറിയാം. എനിക്ക് മലയാളം പറയാനും അറിയാം, മലയാളം മടക്കി കുത്താനും അറിയാം. മലയാളത്തിൽ തെറി പറയാനും അറിയാം. അല്ല, ഇപ്പൊ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് മനസ്സിലായില്ല. എനിക്ക് പുതിയൊരു പാർട്ടി ഉണ്ടാക്കണം. മോനെ, ഞാൻ അറിയാവുന്നവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. നീയും ചെയ്യില്ല, ഞാനും ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് DJ പാർട്ടി ഒന്നും വേണ്ട, അലമ്പാണ്. ചേട്ടാ, ഒരു കോള് മടക്കോളാണോ നോക്കടാ. വന്നോളൂ. ഓക്കെ. ആരാമനേത്? ചേട്ടാ, ഇനി നമുക്ക് വേണ്ടത് പ്രൊമോഷനാണ്. നമ്മുടെ സിനിമയുടെ പ്രൊമോഷൻ ഒരുപാട് കൊടുക്കണം. ഒരുപാട് ഇതുവരെ കൊടുത്തിട്ടുണ്ട്. ഇനി എവിടെയാണ്? നമ്മൾ ഓരോ ഭാഷകളിലും പ്രൊമോഷൻ കൊടുത്തെങ്കിൽ മാത്രമേ കളക്ഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, റെഡിയാണ്, വിളിച്ചോളൂ. അവരെ വരാൻ ഞാൻ പറഞ്ഞിട്ട് അതിനുള്ള ഏർപ്പാട് ചെയ്യും. ഹലോ, വയലാർ പോയില്ലേ? ഞാൻ ജതിൻ രാംദാസ്. സോറി.
ഇരിക്കും മിസ്റ്റർ ടിനോവ. ഇന്നോവയല്ല, എന്തായിരുന്നു പേര്? എന്റെ പേര് എന്നാ ഇന്നോവയല്ല, കുഞ്ഞാവെന്നല്ലല്ലോ. മറ്റേ ടൊവീനോ. ടൊവിനോ. ഈ ഗോപാൽ സാർ തെറ്റിച്ച് കളഞ്ഞോണ്ട് എനിക്ക് തന്നെ കയ്യിൽ നിന്ന് പോയത്. നമ്മുടെ ആങ്കർ ലേഡി ഇവിടെ? വരുന്നുണ്ട് കേട്ടോ, വരുന്നുണ്ട്. ആങ്കർ ലേഡി തന്നെയല്ലേ? അതെ അതെ അതെ. അതുകൊണ്ട് കൊള്ളാം. నమస్కారాలు. കർലു, పద్మశ్రీ పద్మభూషణ్ మోహన్లాల్ సార్లు నమస్కారాలు సార్. పృథ్వీరాజ్ సార్లు నమస్కారాలు. ടൊവിനോ സാർలు നമസ്കാരം സാർ. ഇതെങ്ങനെ പിടികിട്ടിയെന്ന ഒറ്റ നോട്ടത്തിൽ? So funny lo. Mohanlal sir, you funny and super look lo. സൂപ്പർ ഗ്ലൂ. No sir lo, super look, so beautiful lo. കർലു, കർലു. Thank you lo. Sir, you so slim and young lo. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. Your hairstyle is very beautiful lo, cute lo. Cute lo. മൈലെണ്ണ, മൈലെണ്ണ, Enna? മൈലെണ്ണ. Oh, Mailana. പീക്കോക്ക് ഓയിൽ. Oh, peacock oil. Okay, 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 funny ah. Peely add karo. ആവശ്യമുള്ളപ്പോ വിരിച്ചാടും. Oh my God, so funny ah. So very funny ah. Sir, Prithviraj garu. Sir, sir ഈ ഫിലിമില് എങ്ങനെ സാർ പിന്നെ ഓണൗണ്ട് ഉള്ളല്ലോ? Actually, this film is not in a normal film. This is not a normal movie. നിന്റെ പോക്കൺ ഇംഗ്ലീഷിന്റെ കാസ് കഴിഞ്ഞോ? സാർ പറയൂ സാർ. ആ കുട്ടിക്ക് അറിയാവുന്ന ഭാഷയിൽ പറയാൻ പറയൂ. എനിക്ക് മനസ്സിലാകുന്നില്ല. You know Malayalam? ഓ സാർ, ഞാൻ മലയാളിയാണ്. ഓ, എന്നാ പിന്നിട്ട് തീതിറ്റിക്കാത്ത മലയാളത്തിൽ സംസാരിക്കൂ. അത് ലാൽ സാർ, അതെന്താന്ന് വെച്ചാലേ ഈ പ്രൊമോഷൻ ഒന്ന് ഹൈപ്പില് വരാൻ വേണ്ടിട്ട് വെറൈറ്റി പിടിച്ചതാ സാർ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അതായത് നമ്മുടെ മലയാളികളുടെ എല്ലാവരും ഉറ്റുനോക്കുന്ന, അതായത് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഈ L2-വിൽ ആരാണ് തിരിഞ്ഞു നിൽക്കുന്നത്? സാർ പറയൂ സാർ. അതങ്ങനെ പറയാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. അല്ലല്ല ചേട്ടാ, അത് പറയരുത്. അതൊരു സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കണം. അത് പറയാം. എന്നാലും ഞാനത് പറയാം. ഇല്ല വേണ്ട, പറയണ്ട. ഞാൻ പറയുന്നു. നിങ്ങൾ വിചാരിക്കും അത് ഫഹദ് ഫാസിലാണ്, അമീർ ഖാനാണ്, ഷാരൂഖ് ഖാനാണ്, ഇങ്ങനൊക്കെ ഒരുപാട് പേരുടെ മനസ്സിലായി സംശയമുണ്ട്. അതെ, അതെ, അതെ. എന്നാൽ ഇവരാരുമല്ല. ഇത് രാജുവിന് പറ്റിയ ഒരു കയ്യബദ്ധമാണ്. അത് ആവശ്യമില്ലാതെ ഫ്രെയിമില് ആന്റണി പെരുമ്പാവൂര് വന്ന് തിരിഞ്ഞു നിന്നിട്ട് അന്ന് കാശിന്റെ ഇച്ചിരി ഷോർട്ടേജ് ഉണ്ടായിരുന്നു സെറ്റ്. അപ്പോൾ ഈ പുള്ളി കയ്യിലിരുന്ന പൈസ പുറംതിരിഞ്ഞിട്ട് ആരും കാണാതെ എണ്ണിയതാ. അത് ഫ്രെയിമിൽ രാജു നോക്കിയപ്പോ നല്ല ബ്യൂട്ടി ആയിട്ടിരുന്നു. അത് അങ്ങനെ തന്നെ പടത്തിൽ ഫോളോ ചെയ്തു. അതങ്ങനെ അതങ്ങനെ കീപ്പ് ചെയ്തു. നീ വേറൊരു കേസ് അറിയാമോ? ഈ L2 റിലീസ് ആകുന്നവരെ ഇതിന്റെ കഥ എന്താണെന്ന് പൃഥ്വി എന്നോട് പറഞ്ഞിട്ടില്ല. ആക്ച്വലി ഞാനത് പറഞ്ഞിട്ടില്ല. ആണല്ലേ? സോ നൈസ്. അതുകൊണ്ട് ഇത് വെളി വിടാൻ പാടില്ല. അതെ അതെ. L3 ഷൂട്ട് ചെയ്യുന്നത് ബഹിരാകാശത്ത് വെച്ചാണ്. ബഹിരാകാശത്തോ? ബഹിരാകാശം അടിപൊളിയായിരിക്കും. എന്തായാലും നമ്മൾ എല്ലാരും L2 L3 ഒക്കെ എല്ലാത്തിനും വെയിറ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് ഓക്കെ എന്നാ നമ്മൾ ഇന്റർവ്യൂ ഇതാ വൈൻഡ് അപ്പ് ആയിരിക്കുകയാണ്. എന്നാ ശരി, നമുക്ക് കാണാം. അയ്യോ, അങ്ങനെ പോവാൻ പറ്റില്ല. ഇത്രയും നേരം നമുക്കൊപ്പം വന്നിരുന്നു, നമ്മുടെ രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങളങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സിനിമ ഇറങ്ങിയിട്ട് എന്ത് കാര്യം? അല്ലേ മിസ്റ്റർ ജതിൻ? അല്ല, ഞാൻ ഈ രഹസ്യങ്ങളൊക്കെ ആരോട് പറയണ? എനിക്കങ്ങനെ രഹസ്യം സൂക്ഷിക്കാന്ന് വെച്ചാൽ എന്റെ മനസ്സിനൊരു കഴിവാണ്. അല്ല, അത് ചിലപ്പോ നിങ്ങളിപ്പോൾ ഒരു ഇതിന് പറയും, പക്ഷെ നിങ്ങൾ ആരോടെങ്കിലും പോയി പറഞ്ഞാൽ നമ്മൾ L3 എവിടെ കൊണ്ടിട്ടെടുക്കും? അയ്യോ, ഈ രഹസ്യം എന്റെ വീട്ടുകാരോട് എന്റെ ഭർത്താവിനോട് പോലും ഞാൻ പറയാറില്ല. അല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നമുക്ക് L3 കഴിഞ്ഞിട്ട് കുട്ടിക്ക് പോകാം. അല്ല, അങ്ങനെയല്ല. എനിക്ക് വീട്ടിൽ പോണോ? വീട്ടിൽ അല്ലല്ല, കോഴിക്കോടിലെ ബസ് ഉണ്ട്. ബസ്സിന് പോകാൻ പറ്റില്ല. എനിക്ക് വീട്ടിൽ പോണോ? എനിക്ക് വീട്ടിൽ പോണോ? അയ്യോ, എനിക്ക് വീട്ടിൽ പോണോ? എനിക്ക് വീട്ടിൽ പോണോ? അഥവാ കുട്ടിക്ക് വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ L3യുടെ റിലീസിംഗിന്റെ അന്ന് കുട്ടിയെ റിലീസ് ചെയ്യും. അന്ന് മാത്രമേ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. എനിക്ക് വീട്ടിൽ അതുവരെ ഇവിടെ കുട്ടി സേഫ് ആയിരിക്കും. വാടാ.
തല്ലണം. ഓർമ്മിക്കാൻ. Comedy.